ഒരിക്കലുമല്ല. എന്നോട് സംസാരിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. അത് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. നമ്മുടെ ചാനലിൽ ഇന്ന് രാവിലെ ഇട്ട ആ ന്യൂസ്, അതായത് പരപ്പനങ്ങാടിയിലെ മിഥുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രധാനമന്ത്രി ആക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോടെ സംസാരിച്ചപ്പോ അതൊരു വൈറൽ വാർത്തയായിരുന്നു. അതില് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് മിഥുന്റെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞു. അതായത് മിഥുന്റെ ഉമ്മയും വാപ്പയും മിഥുൻ തല്ലിയതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അത് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ കുതിരവട്ടോ ഏതോ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പോലീസുകാർ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല്, ആ പോലീസുകാരൻ മാന്യനായ ഒരു വ്യക്തിയാണ്, വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചത്. ഓക്കെ, ആ പോലീസുകാരൻ പറഞ്ഞത് മിഥുന്റെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ചാനലിൽ വന്ന കമന്റ്സുകളിൽ 6000 കമന്റ്സുകളിൽ ഏകദേശം 4500 കമന്റ്സും ആ പോലീസുകാരൻ എന്തിനാണ് മിഥുന്റെ അച്ഛനും അമ്മയും എന്ന് പറയാതെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞു. സാധാരണ മുസ്ലിങ്ങളാണല്ലോ ഉമ്മയും വാപ്പയും എന്ന് പറയുന്നത്. അത് മിഥുൻ ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ അച്ഛനും അമ്മയല്ലേ പറയേണ്ടത്, പോലീസുകാരന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ഒക്കെ ആയിട്ടുള്ള കമന്റ്സുകളാണ് വന്നത്. ദയവായി നിങ്ങൾ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം. ജസ്റ്റ് ഞാൻ കേൾപ്പിച്ചു തരാം അദ്ദേഹത്തിന്റെ ഒരു വോയിസ് റെക്കോർഡിംഗ്. മെന്റൽ പേഷ്യന്റ് ആണല്ലേ? മെന്റൽ പേഷ്യന്റ് അയാള് ഒരു 8 മാസം മുമ്പ് അയാള് മറ്റേ കുതിരവട്ടത്ത് ചികിത്സയിലായിരുന്നു. കുതിരവട്ടത്ത് അവര് വാപ്പായ ഉമ്മയൊക്കെ ആക്രമിച്ചിട്ട് ചേർന്ന് കുതിരവട്ടത്ത് കൊണ്ടുപോയി. അതാണ് അദ്ദേഹം. നമുക്കറിയാം മലപ്പുറത്തെ പോലീസുകാരനാണ് അദ്ദേഹം. അവിടെ ജനിച്ചു വളർന്ന ആളായിരിക്കണം. സോ പണ്ട് മാമുക്കായി പറഞ്ഞതുപോലെ മലപ്പുറത്ത് ഏത് നമ്പൂതിരി ജനിച്ചാലും ഇങ്ങനെയൊക്കെ മുസ്ലിം ഭാഷയെ പറയൂ എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതിന് മലപ്പുറത്തുകാരായതുകൊണ്ട് ശ്രീകൃഷ്ണനെ ആണെങ്കിലും ഇപ്പോ കർത്താവിനെ ആണെങ്കിലും ശിവനെ ആണെങ്കിലും എന്റെ പടച്ചോനെ എന്ന് പറയാറുണ്ട്. അവരുടെ ശൈലി അതാണ്. അങ്ങനെ നാവിൽ വന്ന ഒരു നാക്കുപിഴയാണ് ആ പോലീസുകാരന് സംഭവിച്ചത്. അല്ലാതെ അദ്ദേഹം മറ്റൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതേ അല്ല. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഓന്റെ വാപ്പായും ഉമ്മായും എന്ന് മലപ്പുറത്തുകാർ പറയും. അത് മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രൈസ്തവരാണെങ്കിലും അങ്ങനെ പറയൂ. ഓന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കാരണം അവിടുത്തെ ഒരു പറഞ്ഞു ശീലിച്ച വാക്കുകളാണ് അങ്ങനെയൊക്കെ ഉള്ളത്. എന്റെ പടച്ചോനെ എന്നുള്ളതും ഉമ്മയും വാപ്പയും ഉപ്പയും എന്നൊക്കെ പറയുന്നത് അവിടെ കേട്ട് ശീലിച്ച അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചു വന്ന ഒരു ശൈലി അവിടെ ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് എന്നോട് സംസാരിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ, മാന്യനായ അദ്ദേഹം പറഞ്ഞത് മിഥുന്റെ ഉമ്മയും വാപ്പയും തല്ലിയതിന്റെ പേരിൽ അദ്ദേഹത്തെ മെന്റൽ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. അല്ലാതെ അതിലൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുത്തേണ്ട ഒരു കാര്യമില്ല. അപ്പോ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഒരു പോസ്റ്റ് എടുത്തത്. എന്നോട് സംസാരിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും മറ്റൊരു വർഗീയ ഉദ്ദേശത്തിലല്ല മിഥുന്റെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മലപ്പുറം സ്ലാങ്ങിൽ സംസാരിച്ചു പോയതിന്റെ പേരിലാണ് അങ്ങനെ വന്നത്. സോ അതുകൊണ്ട് ആ പോലീസുകാരൻ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നല്ല മാന്യനായ, എന്നോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച, കൃത്യമായി തന്നെ നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്തായാലും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ആ പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ തന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം സംഭവിക്കരുത്. ഓക്കെ, താങ്ക് യു.